പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈശോയുടെ കൂടെ ആയിരിക്കുന്ന നിമിഷങ്ങൾ അവിടുത്തെ തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മുടെ ആത്മാവ് കൊണ്ടും നമ്മൾ ഒരുങ്ങുന്ന ദിവസങ്ങൾ. സ്നേഹമുള്ളവരെ, ഈ ഒരു ദിവസത്തിന് വേണ്ടി സന്തോഷത്തോടും സമാധാനത്തോടും പ്രത്യാശയോടും കൂടെ നമ്മൾ കാത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, ആ ഒരു ക്രിസ്മസിലേക്ക് മാത്രം ഒരുങ്ങുന്ന ഒരു ആഘോഷത്തിനപ്പുറത്തോട്ട് സ്നേഹമുള്ളവരെ തിരിച്ചറിയുക, ദൈവം മനുഷ്യനോട് കാണിച്ച കരുണയുടെ പൂർത്തീകരണം കൂടിയിട്ടാണ് നമ്മൾ ആഘോഷിക്കുക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 73 വചനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ കരുണയുടെ ഉദയരശ്മി നമ്മുടെ ഓരോ ജീവിതങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു. ആ ഒരു ഉദയരശ്മി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ നിമിഷവും ഓരോ പുലരി പോലെയും ആ ഒരു അന്ധകാരത്തെ ഭേദിച്ച് പ്രകാശം ഭൂമിയിലേക്ക് പതിക്കുമ്പോഴും മനുഷ്യജീവിതങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ഓരോ ജീവിതങ്ങളിലും വെളിപ്പെട്ട് തുടങ്ങുന്ന നിമിഷം. സ്നേഹമുള്ളവരെ, ഒരു രക്ഷകന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന മക്കൾ അടിമത്തത്തിലും വേദനയിലും സഹനങ്ങളിലും തങ്ങളെ ആരെങ്കിലും ഈ ഒരു ജീവിതത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച നിമിഷങ്ങൾ, ഓരോ കന്യകയും താൻ ആ ഒരു ശിശുവിന് ജന്മമേകാൻ ഭാഗ്യവതിയാകണമെന്ന് പ്രാർത്ഥിച്ച നിമിഷങ്ങൾ, ലോകത്തിലാകമാനം അന്നുണ്ടായിരുന്ന എല്ലാ മതപീഡനത്തിലും വേദനയിലും സങ്കടത്തിലും ഒരു രക്ഷകനെങ്കിലും തങ്ങളെ ഇതിൽ നിന്നെല്ലാം രക്ഷിക്കുമെന്നുള്ള ബോധത്തിൽ അവരോരോരുത്തരുമായിരുന്നു. ആ പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ പലപ്പോഴും കർത്താവെ എഴുന്നള്ളി വരണമേ, വേഗം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥനയിടയിൽ എവിടോ വിശ്വാസത്തിൽ പലപ്പോഴും അവർ പതറിപ്പോകാറുണ്ട്. അത്രത്തോളം വേദനയോടും സങ്കടത്തോടും കൂടി അവരോരോരുത്തരുമായിരിക്കുമ്പോഴും ഈ ഒരു വെളിപ്പെടുത്തൽ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രത്യാശ നൽകിയിരുന്നു. അത് അവിടുത്തെ കാരുണ്യം ഉദയരശ്മി പോലെ നമ്മൾ ഓരോരുത്തരെയും സമീപിച്ചിരിക്കുന്നു എന്നതാണ്. സ്നേഹമുള്ളവരെ, എത്രത്തോളം കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ ചൊരിയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അളവില്ലാത്ത വിധം ആ ഒരു കരുണ എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് അവിടുന്ന് ചൊരിയുന്നുണ്ട്. പക്ഷേ കരുണയുടെ മിഴിയോടുകൂടിയും ആ ഒരു പ്രവർത്തന മികവോടുകൂടി എത്രത്തോളം നമുക്ക് ഓരോരുത്തർക്കും ആകാൻ പറ്റുന്നുണ്ട്. സ്നേഹമുള്ളവരെ, സുവിശേഷം പരിശോധിക്കുമ്പോൾ കരുണയുടെ മിഴിയോടുകൂടി നടക്കുന്ന തമ്പുരാനെ നമുക്ക് കാണാൻ സാധിക്കും. കരുണ ഹൃദയത്തോടു കൂടി നടക്കുന്ന തമ്പുരാനെ നമുക്ക് കാണാൻ സാധിക്കും. കാരുണ്യം നിറഞ്ഞ പ്രവൃത്തികളോടുകൂടി നടക്കുന്ന തമ്പുരാനെ നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് അവിടെ തരുന്ന ക്ഷണങ്ങളാണ്. ഓരോ വിരുന്നിൻ്റെ ഉപമയിലും ഓരോ ക്ഷണം പൂർത്തീകരിക്കുമ്പോഴും ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം ഏകദേശം 21-ലധികം പ്രാവശ്യം ക്ഷണം നൽകുന്നുണ്ട്. നമ്മുടെ പല വിരുന്നിലും ഒരാൾ ക്ഷണിക്കുമ്പോൾ സ്നേഹത്തോടെ അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ആ ഒരു ക്ഷണം സ്വീകരിക്കുന്ന മാത്രയിൽ അവരോരോരുത്തരും അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇരുവാഗമന കാലം അവിടുത്തെ കരുണയിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ കാരുണ്യത്തിൻ്റെ ആ ഒരു ഉദയരശ്മി നമ്മൾ ഓരോരുത്തരെയും സമീപിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കരുണയുടെ മിഴിയോടുകൂടി ചേർന്ന് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒത്തിരിയേറെ അനുഭവങ്ങൾ, നിമിഷങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മളതിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. ഈ ഒരു നിമിഷം ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മളോട് കരുണ നിറഞ്ഞ നിമിഷത്തോടുകൂടി ചേർത്ത് പിടിച്ച ഈ ഒരു മണിക്കൂറിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്ന ഈ ഒരു മണിക്കൂറല്ലായിരിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മളെ തന്നെ തമ്പുരാനെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ, നമ്മുടെ ഇടങ്ങളെ എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുക്കാം. എത്രത്തോളം അവിടുന്ന് സ്നേഹിക്കുന്നു, എത്രത്തോളം അവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ അനന്തമായ കരുണ ചൊരിയുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ
നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ആ ഒരു കരുണയിൽ നമ്മൾ ഓരോരുത്തരും ചേർത്ത് പിടിക്കുന്നതോടൊപ്പം തന്നെ ചുറ്റുമുള്ള ഓരോരുത്തരെയും ആ ഒരു കരുണയിലേക്ക് ക്ഷണിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ടും നമുക്ക് പ്രവർത്തിക്കാം. പൗലോസ്ലീഹ തീത്തോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 4-ാം വാക്യം, എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന് നന്മയും സ്നേഹവും നിറഞ്ഞ കാരുണ്യം വെളിപ്പെടുമ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. സ്നേഹമുള്ളവരെ, എത്രത്തോളം ഈ ഒരു വചനം ഏറ്റെടുക്കാൻ സാധിക്കുമോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്കും നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ ഉദയരശ്മി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സമീപിച്ചിരിക്കുന്നത് പറയുമ്പോൾ തിരിച്ചറിയുക, ഞാൻ ഒറ്റപ്പെട്ടവനല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ തരംതാഴ്ത്തപ്പെട്ടവനല്ല, മറ്റുള്ളവരെ വേണ്ടാത്തൊരു മനുഷ്യനല്ല എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. കാരണം ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ പരിഭവത്തോടും വേദനയോടും സങ്കടത്തോടും പല സഹനങ്ങളിലുമായിരുന്നുകൊണ്ട് നമ്മൾ പറയുന്ന പരാതികളിൽ അതെപ്പോഴും പ്രതിഫലിക്കാറുണ്ട്. എന്നെ ആർക്കും വേണ്ട, അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിൽ പലപ്പോഴും പോകുമ്പോഴും പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലായിരുന്ന പലപ്പോഴും നമ്മൾ പരാതി പറയുന്ന ഒരു ശൈലിയുണ്ട്. എന്നെ ദൈവത്തിന് വേണ്ട, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തേ എൻ്റെ ജീവിതത്തിൽ ഉത്തരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാത്തിരിപ്പ് ഞാൻ എടുക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴും സ്നേഹമുള്ളവരെ തിരിച്ചറിയേണ്ടത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ പ്രാർത്ഥനകൾ രൂപാന്തരപ്പെടാൻ വേണ്ടി ഞാൻ എന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. ഈശോയുടെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും. പ്രാർത്ഥനയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും കൂടെ ഈ ഒരു കരുണയുടെ മണിക്കൂറുകൾ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഭൂമിയിലുള്ള ഓരോ വ്യക്തികളെയും അവരുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മളെയും പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അവിടുത്തെ തെളിവാർന്ന കരുണ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് ചൊരിയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഒരു നിമിഷത്തിൽ അവിടുത്തെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുന്നതിനോടൊപ്പം തന്നെ നമ്മളും കരുണയുടെ മിഴിയോടുകൂടി ആയിരിക്കാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. സ്നേഹമുള്ളവരെ, ആഗമനകാലത്തിൽ നമുക്ക് തരുന്ന കരുണയുടെ ക്ഷണങ്ങൾ ഒത്തിരിയേറെയാണ്. അതിലേറ്റവും പ്രതിഫലിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തതാണ് കരുണയുടെ മിഴിയോടുകൂടി നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക എന്നുള്ള കാര്യം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രന്റെ ഉപമ പരിശോധിക്കുമ്പോൾ ആ ഒരു അപ്പൻ്റെ സ്നേഹത്തെപ്പറ്റി വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അതിൽ ആ ഒരു മകൻ വിദൂരദേശത്തേക്ക് പോയി തൻ്റെ പാപങ്ങളെയും തെറ്റുകളെയും എല്ലാം മനസ്സിലാക്കി തിരികെ വരുമ്പോൾ സുവിശേഷം പറയുന്നത് എങ്ങനെയാണ്? ദൂരത്തു നിന്ന് തന്നെ കണ്ടപ്പോൾ അവരപ്പൻ ആ ഒരു മകനെ അന്വേഷിച്ച് ഓടിച്ചെന്നു. അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തോടു കൂടി ആ ഒരു മകനെ ആശ്ലേഷിക്കാൻ വേണ്ടി ഓടി എന്ന് പറയുന്നുണ്ട്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു പ്രായമായിരുന്ന ഒരു പിതാവ് ഓടുക എന്നത് അവരുടെ കുടുംബത്തിനും അവരുടെ സമൂഹത്തിനും ഒത്തിരിയേറെ നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ മറ്റുള്ളവരെന്ത് പറയുമെന്നോ അല്ലെങ്കിൽ അലഭനീയമായിട്ടുള്ള എന്തെങ്കിലും കാര്യം സംഭവിക്കുന്നു പോലും വിചാരിക്കാതെ തൻ്റെ മകന് വേണ്ടി ആ ഒരു അപ്പൻ തൻ്റെ ആരോഗ്യം മറന്നുകൊണ്ട് ഓടുന്നുണ്ട്. കരുണയുടെ മിഴിയോടുകൂടി സ്വന്തം ബന്ധത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പൻ. സഖ്യൂസിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോഴും തൻ്റെ പഴയകാല ജീവിതമെല്ലാം മറ്റുള്ളവരാൽ അപകീർത്തിപ്പെടുകയും അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുകയൊക്കെ ചെയ്തത് പരിശോധിക്കാതെ ആ ഒരു സഖ്യബോസം തമ്പുരാനെ കാണാൻ വേണ്ടി അവർ വലിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷേ തൻ്റെ ജീവിതവും തൻ്റെ പ്രവൃത്തികളും അതൊന്നും ആ ഒരു തമ്പുരാനെ കാണാൻ സാധിക്കില്ല എന്നുള്ള ബോധത്തിൽ ആ മനുഷ്യൻ കയറുന്നുണ്ട് സിക്കമോർ മരത്തിലേക്ക്. തൻ്റെ ജീവിതത്തെപ്പറ്റി പൂർണ്ണമായ ബോധ്യത്തോടു കൂടി ആ ഒരു മരത്തിൻ്റെ മുകളിലായിരിക്കുമ്പോൾ സഖ്യവൂസം തൻ്റെ ജീവിതത്തെപ്പറ്റി വിചാരിക്കുന്നുണ്ട്. വഴിയിലൂടെ കടന്നു പോകുന്ന ഈശോ സഖ്യവൂസിനെ കരുണയുടെ മിഴിയോടുകൂടി നോക്കുന്നുണ്ട്. അവിടെ സംഭവിക്കുന്ന കാരുണ്യം നമുക്കറിയാവുന്നതാണ്. സഖ്യവൂസിൻ്റെ ജീവിതം തന്നെ ഏറ്റുപറഞ്ഞുകൊണ്ട് താൻ വഞ്ചിച്ചെടുത്തിട്ടുള്ള എല്ലാം 10 മടങ്ങ് തിരിച്ചു കൊടുക്കാമെന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കരുണയുടെ മിഴി അവിടെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട് തമ്പുരാൻ. എൻ്റെ ജീവിതത്തിലും ഞാനും അതുപോലെ തന്നെ ചെയ്യാൻ വിളിക്കപ്പെട്ടതാണ് എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കാം. സ്നേഹമുള്ളവരെ, ഈ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നതും കരുണയോടുകൂടി ആയിരിക്കാനാണ്. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷ ഭാഗ്യങ്ങളിലും ഒരു ഭാഗ്യമായിട്ട് ഒരു പ്രതിഫലനമായിട്ട് നമ്മുടെ ജീവിതത്തിലും തമ്പുരാൻ കൂട്ടിച്ചേർക്കുന്നത്. കരുണയുള്ളവരെ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ കരുണ ലഭിക്കും. അതൊരു പക്ഷേ ഒരു കൊടുക്കൽ വാങ്ങലിനപ്പുറത്തോട്ട് നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മൾ ഓരോരുത്തരും
അതേ ദൗത്യത്തിലൂടെ മുന്നോട്ട് പോകാൻ വിളിക്കപ്പെട്ടവരാണ്. ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഒരു നിമിഷം ഇരുവാഗമന കാലത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുമ്പോൾ അത് ക്രിസ്മസിലേക്കുള്ള ഒരു ദൂരം മാത്രമല്ല, അതിലുപരി കരുണയിലേക്കുള്ള ഒരു ദൂരം കൂടിയിട്ടാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ആ ഒരു ഉദയരശ്മി ഇതാ നമ്മളെ സമീപിച്ചിരിക്കുന്നു. ഇത് കാരുണ്യത്തിൻ്റെയാണ്. ദൈവം മനുഷ്യനോട് തോന്നിയ കാരുണ്യത്തിൻ്റെ ഉദയരശ്മി നമ്മളെ സമീപിച്ചിരിക്കുന്നുണ്ട്. പ്രഭാതം പോലെ ഇരുട്ടിനെ ഭേദിച്ച് സൂര്യൻ പ്രഭാതത്തിൽ ഉദിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും ആ ഒരു അന്ധകാരത്തെ ഭേദിച്ച് പ്രകാശം പതിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്കും തമ്പുരാൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകളാണ് അവിടുത്തെ ജനനം. സ്നേഹമുള്ളവരെ, ഇരുവാഗമന കാലത്തിൽ നമ്മളെ തന്നെ ഒരുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഹൃദയങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കാം. നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുന്ന ഓരോ നിമിഷവും പൂർണ്ണമായിട്ട് അവിടുത്തെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് പോകാം. എത്രത്തോളം കരുണയോടുകൂടി നമ്മൾ ഓരോരുത്തരെയും തമ്പുരാൻ ചേർത്ത് പിടിച്ചു. പലപ്പോഴും കൃതജ്ഞതയോടുകൂടി അവൻ്റെ മുമ്പിലായിരിക്കുന്ന ഓരോ നിമിഷവും തിരിച്ചറിയേണ്ടത് നമ്മളും അതുപോലെ തന്നെ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ സമർപ്പണം കൊണ്ടും നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തികളിലും ഈ കരുണയുടെ മിഴിയോടും ഹൃദയത്തോടും പ്രവൃത്തികളോടും കൂടെ നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു വിളിയിലേക്ക് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഒരു നിമിഷം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ ചെയ്തികളെയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. എത്രത്തോളം നമ്മൾ ഓരോരുത്തരും കരുണ ആഗ്രഹിക്കുന്നോ അതിലുപരി മറ്റുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ട് കരുണ ചൊരിയാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അർത്ഥനകളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വേദനകളും ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ദിവ്യകരനാഥന് ആശ്വാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ താഴ്ന്ന സ്വരത്തിൽ അവിടുത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ ആരാധന ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.